എംബ്രോയിഡറിക്കകത്ത് ഹാൻഡ് എംബ്രോയിഡറിയിൽ വളരെ എന്താ പറയുക പരിചിതമായ കുറച്ച് സ്റ്റിച്ചസ് നമ്മൾ പണ്ട് മുതലേ നമ്മൾ കുഞ്ഞു ഫ്രെയിമിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചസും സ്റ്റെം സ്റ്റിച്ചസും ഒക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് പേരെങ്കിലും കാണും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലുക്കൊക്കെ നമുക്ക് കാണുമ്പോൾ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു സ്റ്റൈലാണ് എപ്പോഴും കൊൽക്കട്ട എംബ്രോയിഡറിക്കകത്ത് നമ്മളെപ്പോഴും കാണുന്നത്. അത് അവിടെയും ട്രഡീഷണലായിട്ട് ചെയ്ത് വരുന്നതാണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ട്രഡീഷൻ പോലെ ഇങ്ങനെ അതിങ്ങനെ ചെയ്ത് വരുന്ന ആർട്ടിസൻസ് ഒരുപാട് പേരുണ്ട്. അപ്പം അവർ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡീറ്റെയിലിങ്ങിൽ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കിൽ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തേക്കുന്ന കളക്ഷൻ. ഡാർക്ക് പാലറ്റിൻ്റെ അകത്താണ് ഇന്നത്തെ ഒരു ലുക്കെല്ലാം വന്നിരിക്കുന്നത്. ആൻഡ് ഭയങ്കര ഈസി ടു ഹാൻഡിലായിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭഗൽപൂരി ലിനൻ്റെ ആ ഒരു ടെക്സ്ചർ, ആ ഒരു വീവിങ് സ്റ്റൈലിൽ നമുക്ക് പിന്നെ 2 ഫാബ്രിക്സ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് തന്നെ ഉണ്ട്. ചെറുതായിട്ടുള്ള ഒരു വീവിങ് ടെക്സ്ചർ, ഒരു സിഗ്സാഗ് പാറ്റേൺ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ക്ലോസറായിട്ട് എടുത്ത് കാണുമ്പോൾ മാത്രമാണ് കാണുക. ആൻഡ് പല്ലു നമുക്ക് ഇതേപോലെ ഒരു വീവിങ് പാറ്റേൺ ത്രെഡിൻ്റെ അകത്ത് ഒരു വീവിങ് ഡിസൈനും കൂടെ കൊടുത്ത് ബ്ലൗസും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷനിലെല്ലാം ഈ ഒരു ലുക്ക് വരുന്നുണ്ട്. അതും എംബ്രോയിഡറി ഹൈലൈറ്റ്സ് വരുന്നുണ്ട് വിതൗട്ട് സീക്വൻസ് ആയിട്ട്. ആൻഡ് ദെൻ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഫ്ലോറൽ ബഞ്ചസിൻ്റെ ഒരു സ്കാറ്ററാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സീക്വൻസ് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ബോർഡർലെസ് കാറ്റഗറിയിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. അപ്പോൾ ബ്ലൗസും പല്ലുവും ഒരേ പാറ്റേണിൻ്റെ അത് തന്നെ. ഇതെല്ലാം നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് കെയർഫുള്ളായിട്ട് നമ്മളുടെ ആ ഒരു ഡ്രൈ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും ഫാബ്രിക് ലോങ്ങറായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ഇരിക്കാനായിട്ട് നല്ലത്. ആ ഒരു ഡബിൾ ടോണാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഒരു ഗ്രീനിൻ്റെയും ഡാർക്ക് പിക്കോക്ക് ബ്ലൂവിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡ് കോമ്പിനേഷൻ നമുക്ക് അതിനകത്ത് ക്ലോസറായിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹാൻഡ് വർക്ക്ഡ് ആയിട്ട് ബ്ലൗസിൻ്റെ അകത്ത് ഹാൻഡ് വർക്ക് വരുന്നില്ല, ഇത് മാത്രമായിട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻസൈഡ് പോർഷനിൽ ചെറുതായിട്ട് കൊണ്ട് വലിയുന്ന ഒരു ഇത് വരും. അപ്പം പല്ലുവിൻ്റെ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് ബാക്കിംഗ് ഒക്കെ കൊടുക്കാം. ഓറിക്കും ജസ്റ്റ് സിംപ്ലി സ്കിപ്പ് യുവർ സ്റ്റോൺ ജ്വല്ലറി, സ്മൂത്ത് സർവീസസ് വരുന്ന ജ്വല്ലറീസായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവട്ടെ. അപ്പോൾ ചെറുതായിട്ട് കൊണ്ട് വലിയുന്നുള്ള ഒരു ഇത് പല്ലുവിൻ്റെ അവിടെ മാത്രം. അത് എൻഡിങ്ങിലാണ് നമ്മൾ ചുറ്റിയൊക്കെ പിടിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കതിനകത്ത് പ്രശ്നം വരത്തുള്ളൂ. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് വരത്തില്ല. നമ്മൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇതിനകത്ത്. ഇത് പവലും ബേസ്ഡായിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. ഞാൻ എഴുന്നേറ്റ് നിന്നുള്ള ഒരു ലുക്കും കൂടി കാണിച്ചു തരാം. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്, വളരെ എളുപ്പമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഉടുക്കുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് ഒതുങ്ങി വരും. പ്ലീറ്റ്സോ എല്ലാം നന്നായിട്ട് ഒതുങ്ങി തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് അടുക്കി കുത്തി ഉടുക്കാനാണെങ്കിലും അതും തീരെ ബൾക്കി ആയിട്ടുള്ള ഒരു ലുക്കൊന്നും അല്ല, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ മെറൂൺ ഷെയ്ഡ് നമ്മൾ ആദ്യം കണ്ട ഒരു ടോണിൻ്റെ അതേ ലുക്ക് തന്നെയാണ് നെക്സ്റ്റ് ടോണും. ഫാബ്രിക്കിൻ്റെ സ്ലൈറ്റ് വേരിയേഷൻ നമുക്കത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അതൊരു ജസ്റ്റ് നമ്മളിങ്ങനെ ക്ലോസറായിട്ട് നോക്കുമ്പോൾ മാത്രം അറിയാൻ പറ്റുന്നൊരു സ്ലൈറ്റ് വേരിയേഷനാണ്. അതും നമ്മൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷനാണ്. ആൻഡ് ദെൻ വി ഹാവ് എ ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്. അതിൻ്റെ അകത്ത് പിങ്കും ലാവൻഡറിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് അതിനകത്ത് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ലുക്ക്. അതിനകത്തും നമുക്കിതേ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഭഗൽപൂരി ലിനൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ്. ഒരു ടസർ ലൈക്ക് ഫിനിഷിങ്, സർഫസ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള ഒരു സ്റ്റാർച്ച് ലൈക്ക് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങാണ് വന്നിരിക്കുന്നത്. ദെൻ കോഫി ബ്രൗൺ. ലാസ്റ്റ് ലുക്ക് കോഫി ബ്രൗണിലാണ് ചെയ്തിരിക്കുന്നത്. സെയിം ബ്ലൗസ് തന്നെയാണ് എല്ലാത്തിനകത്തും പെയർ ചെയ്തിരിക്കുന്നത്. പല്ലുവിൻ്റെ അതേ ബ്ലൗസ് വിതൗട്ട് ദി വർക്ക്. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ലാസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. എവറിത്തിങ് ഈസ് റെഡി ടു ഡിസ്പാച്ച്. അപ്പോൾ 2 റേഞ്ച് വരുന്നുള്ളൂ. നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കളക്ഷൻ. ഫ്ലോറൽ എംബ്രോയിഡറി നമ്മളുടെ ക്രിസ്മസ് കളക്ഷൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ വളരെ പോപ്പുലർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് പുതിയ കളേഴ്സും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ്. നല്ല 2 സോബറായിട്ടുള്ള ടോൺസാണ്, എപ്പോഴും ഗ്രേയും പിങ്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ ഞാനിന്ന് ഗ്രേ, സാധാരണ ഞാൻ പിങ്ക് എടുക്കും. അപ്പോൾ പറഞ്ഞാൽ പറയായിരുന്നു ഈ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ അധികം പെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഡിഫറൻസ് നന്നായിട്ട് ഫീലും ചെയ്യും എന്നുള്ള രീതിക്ക്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടെർക്കോയിഷ് ടോണിൻ്റെ ആ ഒരു
കളർ ഗ്രേയുടെ ബേസിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് പിങ്കിൻ്റെ അകത്ത് കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതാ, അപ്പോൾ നല്ല രസമുള്ള കുറച്ച് കോമ്പിനേഷൻസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും 2 കാണിക്കുന്നുള്ളൂ. ആൻഡ് ഇത് ഓൺലി 1399 റേഞ്ചിലാണിത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമുക്ക് ഇതിനകത്ത് ഒരു ടെക്സ്ചറും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറല്ല. നമ്മൾ മംഗൾഗിരിയിലും നോയൽ ടെസറിൻ്റെ അകത്തും ഒക്കെ കാണുന്ന പോലത്തെ ഉള്ളൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു തിൻ വീവിങ് സ്റ്റൈൽ അതിനകത്ത് സ്ട്രൈപ്പിൻ്റെ ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താ ഒരു ടെക്സ്ചറിനും ആ ഒരു ഫോളിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ടസറിലേക്ക് ഒരു ഫിനിഷ് നമുക്കിതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ലുക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സെമി ഒക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആവും. അപ്പോൾ പിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫ്യൂഷൻ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ ലുക്കിൻ്റെ അകത്ത് കാണുന്ന പോലത്തെയുള്ള ഒരു ഡബിൾ ബോർഡർ ലുക്ക് ടെമ്പിൾ ഡീറ്റെയിലിങ്ങിൽ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ബോർഡറും സിമ്പിളായിട്ട് ആ ഒരു ടെമ്പിൾ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ പല്ലുവാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക്. ബ്ലൗസിൻ്റെ അകത്ത് എംബ്രോയിഡറി വരുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തിൻ ലൈൻസ് നമുക്ക് ആ ഒരു ഈ ഒരു ബോർഡറിൻ്റെ പോർഷനിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ മെഷീൻ എംബ്രോയിഡറിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇഫ് അറ്റ് ഓൾ യു വാണ്ട് ടു ആഡ് സം കളർ ഇൻ ടു ദ ബ്ലൗസ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ട് ആ ബ്ലൗസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഗ്രേ ആൻഡ് പിങ്ക് ഓപ്ഷൻ NHS 397 and 398 ഓൺലി അറ്റ് 1399. ഗൗരി, മന്ത്രകോടി സാരി നോക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഈ സാരിയും കാണിച്ചാലോ? സൂപ്പർ അല്ലേ? യെസ്. അപ്പം മന്ത്രകോടി സാരീസിൽ ഒത്തിരി സട്ടിലായിട്ട് നിൽക്കുന്ന ലുക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ക്രിസ്ത്യൻ ബ്രൈഡൽസും മന്ത്രകോടി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എല്ലാവരുമായിട്ട് പോയി എടുക്കുന്ന ആ ചടങ്ങായത് കാരണം മെറൂണ് പിങ്ക് റെഡ് ആ ഒരു ഷെയ്ഡ്സിൻ്റെ വേരിയേഷൻസാണ് എപ്പോഴും നോക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ കാണിക്കുന്നത്. 19,209 റേഞ്ചിൽ SME 140 എന്ന കോഡിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. ആ ഒരു ചെറിയ ജോമെട്രിക്കൽ പാറ്റേണിൻ്റെയും പേസ്ലി ഡിസൈൻസിൻ്റെയും ആ ഇടവിട്ടുള്ള ആ ഒരു ബ്രിക്ക് വീവിങ് പാറ്റേണിൻ്റെയും ലൈനിൽ വീവ് ചെയ്ത് വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. ബോഡിയിൽ ഫുള്ളായിട്ട് ഒരു ആർച്ച് ഡിസൈനും, അതായത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറും അതിൻ്റെ പിപ്സ് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന പാറ്റേണിൽ ഫുള്ളായിട്ട് വീവിങ്ങിൽ വന്നേക്കുന്ന സാരിയാണ്. അപ്പറിലും ലോവറിലും ഒരേ വിട്ടാണ്. അപ്പം ഹൈറ്റ് ഉള്ളവർക്കും കുറഞ്ഞവർക്കും ഒക്കെ ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിലിട്ട് നിൽക്കുന്ന പോർഷനായിട്ടുള്ള മുന്താണി പോർഷൻ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന മുന്താണി. ആ ബോർഡേഴ്സിൽ വന്നേക്കുന്ന അതേ ഡിസൈൻസിന് തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സട്ടിൽ ഫീലിൽ റിച്ചായിട്ട് നിൽക്കുന്ന പല്ലുവാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ ബ്ലൗസും ഇതേപോലെ തന്നെ ഡിസൈനർ ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസാണ്. ഇപ്പം ബ്രൊക്കേഡ് വീവിങ് പാറ്റേൺ, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. കാഞ്ചീപുരം സാരീസിന് മന്ത്രകോടി ബ്ലൗസ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ എപ്പോഴും ഒരു ബ്രൊക്കേഡ് ടച്ചാണ് കൊണ്ടുവരാറുള്ളത്. ഈ ബ്രൊക്കേഡ് ടച്ചിനകത്ത് നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ജ്വല്ലറീസ് പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അപ്പം പൊതുവേ ഗൗൺ ഇടുന്ന ബ്രൈഡ്സ് ആണെങ്കിൽ സാരി ഉടുക്കുന്ന സമയത്ത് 3-4 മാലകൾ ഇടുന്നുണ്ടാവും. അപ്പോൾ ആ സാരിക്ക് ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാരിയുടെ തന്നെ കളർ, അതായത് ആൻറ്റിക് കളർ അല്ലാതെ സാരിയുടെ കളറിലെ ത്രെഡും അതിൻ്റെ കൂടെ നമ്മളിപ്പം സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറീസ് ഏതെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളറും കൂടെ മന്ത്രകോടി ബ്ലൗസിൽ കൊണ്ടുവന്നാൽ ഒരു ഡിഫറെൻറ്റ് ഫീലിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സാരി ഒന്ന് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് എൻ്റെ സാരിയുടെ ഫുൾ സാരിയുടെ ഫീൽ വരുന്നത്. കണ്ടോ? ഇങ്ങനെ കാണുമ്പോഴായിരിക്കും ആ സാരി എത്രമാത്രം ഭംഗി. ഇപ്പം നമുക്ക് ഒത്തിരി ബ്രൈഡ്സിനെ അറിയാം, നിങ്ങൾക്ക് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലായിരിക്കും 2 days പ്രയർ ആയിട്ടൊക്കെ ആയിരിക്കും നാട്ടിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് പിക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ഫെസിലിറ്റിയും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇൻ സ്റ്റോറിൽ വരുന്ന കസ്റ്റമേഴ്സിനെ പോലെ തന്നെ ഓൺലൈനിലുള്ള കസ്റ്റമേഴ്സിന് മന്ത്രകോഡീസോ അല്ലെങ്കിൽ ബ്രൈഡൽ സാരീസോ അല്ലെങ്കിൽ സാരി സെലക്ട് ചെയ്യാനോ നമ്മൾ പ്രയറായിട്ട് പിങ് ചെയ്തതിന് ശേഷം നമ്മുടെ ടീമിൻ്റെ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ച് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് പോലെ എല്ലാ സാരീസും ഓപ്പൺ ചെയ്ത് യുണീക്കായിട്ടുള്ള സാരീസ് നിങ്ങൾക്ക് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ആ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഇപ്പം എന്തെങ്കിലും സജഷൻസ്, ഫ്രീ സജഷൻസും നമ്മൾ കൊടുക്കാറുണ്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറീസ്. ഇപ്പോൾ ഗോൾഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മുല്ലമുട്ട് മാല അല്ലെങ്കിൽ കാശുമാല, നെക്ക് ലൈനിൽ
സരസ്വതി മാല, അങ്ങനത്തെയൊക്കെ പറയുന്ന സിമ്പിളായിട്ടുള്ള ചെയിൻസിൻ്റെ കൂടെയും എൻഗേജ്മെൻറ്റ് സാരി ആയിട്ടും ഒക്കെ ഉടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് SME 140 എന്ന കോഡിൽ. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 19,209.